നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൽ ഒരു 28 വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു വനിതയാണ്. ശരിക്കും അവർക്ക് ബന്ധുക്കളായിട്ട് മറ്റാരുമില്ല. അപ്പോൾ ഈ വീട്ടിൽ എങ്ങനെയോ ബാല്യകാലത്ത് വന്നു ചേർന്നതാണ്. ആ സമയത്ത് നിന്ന് അന്ന് തൊട്ട് തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശരിക്കും ഒരു വീട്ടുകാരിയെപ്പോലെ തന്നെ ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ശരിക്കും അമിതമായിട്ട് ആ വീട്ടുകാർ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അവർ ഈ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് ആ വീട്ടിലുള്ള അവരെ പരിചരിച്ച് നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ, ഈ 2016 ആവുന്ന സമയത്ത് ഒരു വലിയൊരു സത്യം തിരിച്ചറിയുന്നു. ഈ സ്ത്രീ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് പേഷ്യൻ്റ് ആണ് എന്ന സത്യം. ഈ സത്യം തിരിച്ചറിഞ്ഞോടുകൂടി ഇത്രയധികം നാൾ വളരെയധികം താലോലിച്ചും ലാളിച്ചും ഒക്കെ കരുതിയിരുന്ന വീട്ടുകാർ അവരെ നിഷ്കരണം പുറത്തേക്ക് തള്ളിയിട്ടു. അതായത് പടിയടച്ചു. അതെ അതെ, ശരിക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും കഥയല്ല, ഓർമ്മിക്കേണ്ട കാര്യം റിയൽ ലൈഫിലുള്ള കാര്യമാണ്. ശരിക്കും അങ്ങനെ ആയപ്പോൾ അവർക്കൊരു അത്താണി ഇല്ലാതെ നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ അവരെ പലപ്പോഴും നമുക്ക് സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്, ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇത്രയും കാലം അവർ വന്ന ഒരു സാഹചര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇവരൊക്കെ മനുഷ്യരാണോ? കാരണം ആ വീട്ടിൽ വളരെ സമ്പത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. എന്നിട്ടും ഇങ്ങനെ അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയ, ഇത് ഇവിടെ മാത്രമായിരിക്കത്തില്ല. സെയിം സ്റ്റോറി പലയിടത്തും ലോകത്ത് പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് കൊണ്ടിരിക്കുക. പേരുകൾ മാത്രം മാറും അല്ലേ? പേരുകൾ മാത്രം മാറും, കഥാപാത്രങ്ങളും മാറുന്നു. ശരിക്കും അത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിൽ വരാതിരിക്കട്ടെ. എപ്പോഴും നിന്നെപ്പോലെ നമ്മുടെ യേശുദേവൻ പഠിപ്പിച്ചതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിക്കട്ടെ. ഞാൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കിടക്കാം. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. തീരത്തെ സ്വപ്നങ്ങൾ മറന്നു, രാധയെ നീ മറന്നു കൃഷ്ണ, രാധയെ നീ മറന്നു. നീ എന്നെ മറന്നോ കണ്ണ, കാളിന്തി മറന്നു, കാനനം മറന്നു, ഈ നദി തീരത്തെ സ്വപ്നങ്ങൾ മറന്നു, രാധയെ നീ മറന്നു കൃഷ്ണ, രാധയെ നീ മറന്നു. യമുനാ തീരത്തെ സുരഭില സ്വപ്നങ്ങൾ സിരകളിലൊഴുകുമീ യാമങ്ങളിൽ, യമുനാ തീരത്തെ സുരഭില സ്വപ്നങ്ങൾ സിരകളിലൊഴുകുമീ യാമങ്ങളിൽ, യദുകുല കാമ്പോജി മുരളിയിൽ പാടിയൻ അരികിൽ വരാത്തതിൻ്റെ മുകിൽ വർണ്ണ കൃഷ്ണ, നീ എന്നെ മറന്നോ കണ്ണ, കാളിന്തി മറന്നോ, കാനനം മറന്നു, ഈ നദി തീരത്തെ സ്വപ്നങ്ങൾ മറന്നു, രാധയെ നീ മറന്നു കൃഷ്ണ, രാധയെ നീ മറന്നു. ഗോപാംഗനകൾ തൻ മാദക സംഗീതം മേളങ്ങളൊഴുകുമീ യാമങ്ങളിൽ, ഗോപാംഗനകൾ തൻ മാദക സംഗീതം മേളങ്ങളൊഴുകുമീ യാമങ്ങളിൽ, ഗോമേതകമണി നോപുരം ചാർത്തിയൻ അരികെ
നദീതീരത്തെ സ്വപ്നങ്ങൾ മറന്നു, രാധയെ നീ മറന്നു കൃഷ്ണ, രാധയെ നീ മറന്നു. ഇന്നത്തെ ദിവസം ഒരു വലിയ ചരിത്ര സംഭവം ഉൾക്കൊണ്ടൊരു ദിവസമാണ്. അതായത് 1498 മെയ് 17 അന്നൊരു വലിയ ചരിത്ര സംഭവം ഉണ്ടായി. കോഴിക്കോട് കാപ്പാടുന്ന സ്ഥലത്ത് വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയതാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയത്തില്ല. കാരണം ഒരു വലിയ വാണിജ്യപരമായിട്ട് ഇന്ത്യയെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരാൻ ആ ഒരു ചരിത്ര സംഭവത്തിലൂടെ കഴിഞ്ഞു. അതിനുശേഷം ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്ന് ഇന്ത്യയെ ഭരിച്ച് ഒത്തിരി ചരിത്ര സംഭവങ്ങളുണ്ട്. പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ നേടി നമ്മളൊരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിയത്തില്ലേ, അത്രത്തോളം ഒരു ഹിസ്റ്ററി ഉണ്ടാവാൻ കാരണം വാസ്കോ ഡ ഗാമയുടെ ഒരു വരവോട് കൂടിയാണ്. അത് മാത്രമല്ല ഹൃദയ, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1900 മെയ് 17 ഇറാനി ആത്മീയ നേതാവ് ആയത്തുള്ള ഖുമൈനി ജനിച്ച ദിവസം കൂടിയാണ്. ഇത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്. ശരിക്കും നമ്മുടെ ജീവിത രീതി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നാം ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് ഇനി രണ്ടാം ഊഴത്തിൽ പരിഗണിക്കാം എന്ന നിലയിൽ നാം പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ എന്തും സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് അധ്വാനിക്കാനുള്ള ആ ഒരു പരിശ്രമിക്കാനുള്ള ആ ഒരു ത്വര നമ്മളിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരഘടന, നമ്മുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ ഇരിക്കുമ്പോഴായിരിക്കും. ശരിക്കും അത്തരത്തിൽ നമ്മുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കണം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഏതൊരു വ്യക്തിയുടെയും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യമായിരിക്കും. ബി പോസിറ്റീവിലെ എല്ലാ പ്രേക്ഷകരും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രതിരോധ കുത്തിവയ്പ്പെ സംബന്ധിച്ചോളം കേരളം വളരെ വളരെ മുന്നിലായിരുന്നു. കേരളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യമായിരുന്നു. നമ്മുടെ ആളുകൾ എപ്പോഴും ആരോഗ്യത്തെപ്പറ്റി ബോധവാന്മാരാണെന്നും പ്രതിരോധ കുത്തിവയ്പ്പും ബാക്കിയുള്ള രോഗം വരാതിരിക്കാനുള്ള നടപടികളിലും പരിശോധനകളിലും എപ്പോഴും താല്പര്യം കാണിക്കുന്ന ഒരു ജനതയാണെന്നുള്ള ഒരു അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രതിരോധ കുത്തിവയ്പ്പ് തന്നെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനുള്ള മടി കാണിക്കുന്ന രക്ഷകർത്താക്കൾ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പ്രധാന കാരണം പ്രകൃതി ചികിത്സ ഇതുപോലുള്ള മറ്റുള്ള ഇതര ചികിത്സാ വിഭാഗങ്ങൾ തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് ശരീരത്തിന് നല്ലതല്ലെന്നും അത് ഹാനികരമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരത്തുകയും അത് തന്നെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഡിപ്തീരിയ പോലുള്ള തൊണ്ടമുള്ള്, തൊണ്ടയിൽ പഴുപ്പ് വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, ചിലപ്പം മരണത്തിന് തന്നെ കാരണമാകുന്ന രോഗം ഡിപ്തീരിയ, തൊണ്ടമുള്ളെന്ന് പറയുന്ന രോഗം. അത് പൂർണ്ണമായിട്ടും നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ആശുപത്രിയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഒരു വാർഡ് മുഴുവനും തന്നെ ഇതുപോലെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും ബുക്കിലുള്ള പടങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു രോഗം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയതാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രതിരോധ കുത്തിവയ്പ്പ് സമയത്തെടുക്കാത്തതുകൊണ്ട് ഡിപ്തീരിയ പോലുള്ള തൊണ്ടമുള്ള പോലുള്ള രോഗങ്ങൾ വീണ്ടും വരികയും അതുകൊണ്ട് മരണങ്ങൾ സഹിതം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ പ്രവണത നമ്മൾ മാറ്റിയേ പറ്റൂ. ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തീർച്ചയായിട്ടും കുട്ടികളെ പല സാംക്രമിക രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതിൽ
സംശയമൊട്ടും തന്നെയില്ല. അന്തർദേശീയമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ളതും ലോകമെമ്പാടും നൽകുന്നതുമായിട്ടുള്ള കുത്തിവയ്പ്പുകളാണ്. ഇതിൻ്റെ ഉദാഹരണം തന്നെ വസൂരി എന്നുള്ള വളരെ മാരകമായിട്ടുള്ള രോഗം നമ്മുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പോളിയോ, പിള്ളവാതം, അത് തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യം ഭാരതം ആ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ പോലും അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, പോളിയോ തുള്ളി മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ഒരു 5 വയസ്സ് വരെയെങ്കിലും നമ്മളിപ്പോഴും നൽകുന്നു, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡിപ്തീരിയയ്ക്കുള്ള മരുന്നും ഈ വില്ലൻ ചുമ, കുതിരസന്നി ഇതുപോലുള്ള 3 രോഗങ്ങൾ, പിന്നെ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തം, ഇതും കൂടെ ചേർന്നിട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കർശനമായിട്ട് തന്നെ നമ്മൾ നൽകേണ്ടതാണ്. അത് നൽകാതിരുന്നാൽ ഇതുകൊണ്ടുള്ള മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഏകദേശം ഒരു 18 രോഗങ്ങൾ, മസൂരി, ഈ മുണ്ടിനീര്, ഇതുപോലുള്ള 18 രോഗങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതെടുക്കുന്നതുകൊണ്ട് തടയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് കർശനമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് നൽകേണ്ടതാണ്. അതിൽ ഒരിക്കലും തന്നെ അലംഭാവം നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വാക്സിനെ പറ്റിയും അത് നൽകുന്നതിനെ പറ്റിയും അത് ഉണ്ടാക്കാവുന്ന പാർശ്വഫലങ്ങളെപ്പറ്റിയും ഒക്കെ വളരെയേറെ സംശയങ്ങളുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വളരെയേറെ ഊതിപ്പെരിപ്പിച്ച് അത് ഈ വാക്സിൻ നൽകുന്നതുകൊണ്ടാണെന്ന് ഉള്ള തെറ്റിദ്ധാരണയും പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ തെറ്റിദ്ധാരണ ഒന്നും കൂട്ടാക്കാതെ ഇത് നമ്മൾ തീർച്ചയായിട്ടും നൽകിയേ പറ്റൂ. നൽകിയാലേ നമുക്ക് ഈ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശിശുമരണ നിരക്ക് 1 വയസ്സിനകത്തുള്ളതും 5 വയസ്സിനകത്തുള്ള ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കുറവാണ്. ഒരു 16 കുട്ടികൾ, 1000 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ, 1 വയസ്സിന് താഴെയുള്ള 1000 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 16 കുട്ടികളെ ഈ കാലത്ത് മരിക്കുന്നുള്ളൂ. ഇത് 200ഉം 250ഉം ഒക്കെ ആയിരുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെയേറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാലേ നമുക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവാണ്. എടുക്കാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മരണവും വൈകല്യവും കണക്കിലെടുക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവാണ്. അതും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ശരത്തെ, ഞാൻ സാധാരണയായി കാണാറുണ്ട് ഒരു നല്ലൊരു സാമ്പത്തിക കുടുംബത്തിലുള്ള സ്ത്രീകൾ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ കൂടിയും മടിച്ച് പുറകിലോട്ട് മാറി നിൽക്കുന്നതായിട്ട്, നല്ല സാമ്പത്തികപരമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവർ. ചില സ്ത്രീകളാകട്ടെ നല്ല ഊർജ്ജസ്വലരായിട്ട് മുൻപോട്ട് നീങ്ങി തൻ്റെതായ രീതിയിൽ പഠിച്ച് മുന്നേറി ജോലി സമ്പാദിച്ച് വർക്ക് ചെയ്യുന്ന. പക്ഷെ ചിലരാകട്ടെ വീട്ടിലേക്ക് മാറി ഒതുങ്ങുന്നു, കുടുംബ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അങ്ങ് ചുരുങ്ങി കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് എതിരെ ഒരു വലിയൊരു വിസ്ഫോടനം തീർത്തുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് നിത അംബാനിയുടെ ആ ഒരു വരവെന്ന് പറയുന്നത്, അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു നിലയെന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ വായിച്ചൊരു കഥയുണ്ട് നിത അംബാനിയുടെ ആ ഒരു കല്യാണ ആലോചന നടന്നതിന്. അവർ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അവർ മുകേഷ് അംബാനിയുടെ അച്ഛൻ വിളിച്ചൊരു പ്രപ്പോസൽ നടത്തുന്ന സമയത്ത് ഞാൻ എലിസബത്ത് ടൈലർ ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നിത അംബാനി പോലെയുള്ളവർക്കൊന്നും ഒരിക്കലും സ്വപ്നം കാണാത്തൊരു തരത്തിലായിരുന്നു മുകേഷ് അംബാനിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ കൂടിയും ആ ഒരു സാമ്രാജ്യത്തിലേക്ക്, റിലയൻസ് എന്നൊരു സാമ്രാജ്യത്തിലേക്ക് തൻ്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനാണ് എന്നൊരു നിലയിലേക്കൊന്നും ഒതുങ്ങിക്കൂടാതെ മുൻപോട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിത അംബാനി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പോർട്സിലെ തന്നെ IMG റിലയൻസിൻ്റെ ആ ഒരു സ്പോർട്സ് ഫുട്ബോൾ ലീഗിലെ തന്നെ ഒരു ചിരിക്കുന്ന മുഖമായി മാറുകയാണ് ചെയ്തത്. ശരിക്കും ഞെട്ടിച്ചു കൊണ്ടായിരുന്നു. അവരിപ്പോൾ ഇന്ത്യയിലെ തന്നെ മുൻനിര വനിത ആ ഒരു ബിസിനസ് വുമൺ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഞെട്ടലായിരുന്നു എനിക്കത്. കാരണം അവരുടെ തന്നെ ഒരു ലോകം എന്ന് പറയുന്നത് റിലയൻസ് സാമ്രാജ്യമാണ്. ആ റിലയൻസ് സാമ്രാജ്യത്തിൽ ഒതുങ്ങിക്കൂടുന്നില്ല. അവർ സമൂഹത്തിൽ ഇറങ്ങുകയും കൂടി ചെയ്യുകയാണ്. സമൂഹത്തിലേക്ക് ഒത്തിരി സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. ഇതുപോലെയുള്ള പോസിറ്റീവ് ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം പ്രവീൺ പരമേശ്വരന്റെ വഴിത്തിരിവ്. ജീവിതത്തിൽ വിജയവും പരാജയവും തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ നടത്തുന്ന ആശയവിനിമയമാണ്. കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ വ്യക്തികളിലേക്ക് എത്തുന്നതും അവരുടെ ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതും ആശയവിനിമയത്തിലൂടെയാണ്.
ഈ ആശയവിനിമയത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഏറ്റവും മികച്ച സക്സസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ ആശയവിനിമയത്തിനെ കുറിച്ചുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്നൊന്ന് പറഞ്ഞു പോവുക. അതിൽ ഒന്നാമത്തത് ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ. ആശയവിനിമയത്തിനെ കുറിച്ച് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞ വാക്കിതാണ്: The single biggest mistake in communication is the illusion that it has occurred. The single biggest mistake in communication is the illusion that it has occurred. ആശയവിനിമയത്തിലെ ഏറ്റവും വലിയ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളിലൊന്ന് ആശയവിനിമയം നടന്നു എന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഞാനൊരാളുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ലിസൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആശയവിനിമയം നടന്നു, ഞാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നതാണ് പലപ്പോഴും ആശയവിനിമയത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ തെറ്റ്. ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയാണ്. ആ സുഹൃത്തിനോട് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലുള്ളത് നാളെ വൈകുന്നേരം 4 മണിക്ക് ആ സുഹൃത്തിനെ എൻ്റെ ഓഫീസിൽ കാണാമെന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, അപ്പോൾ ശരി, നാളെ ഉച്ചയ്ക്ക് ശേഷം കാണാം. നാളെ ഉച്ചയ്ക്ക് ശേഷം കാണാമെന്ന് ഞാൻ പറഞ്ഞതിലൂടെ എൻ്റെ മനസ്സിലുള്ള ഇല്യൂഷൻ 4 മണിക്ക് കാണാമെന്നുള്ള ആശയം ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. സുഹൃത്ത് തലയാട്ടി തിരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉച്ചയ്ക്ക് ശേഷം എന്നുള്ള വാക്കിനെ അദ്ദേഹം നിർവചിച്ചത് 2 മണിക്ക് എന്നുള്ളതായിരിക്കും. 2 മണിക്കും ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. ആ 2 മണിക്ക് അദ്ദേഹം എൻ്റെ ഓഫീസിലേക്ക് വരുന്നു. ഞാൻ മറ്റെന്തോ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുവാണ്, എനിക്ക് അദ്ദേഹത്തിനെ കാണുവാൻ കഴിയുന്നില്ല. അതൊരു പ്രശ്നത്തിലേക്ക് എത്തുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള 4 മണിയെ കൃത്യമായി 4 മണിയെന്ന് അയാൾ വായിച്ചെടുത്ത് കാണുമെന്ന് ഞാൻ ധരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്യൂഷനിലായിരുന്നു ഞാൻ നിന്നത്. ഇതിവിടെ മാത്രമല്ല, ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ പലരോടും പകുതി പറഞ്ഞു കഴിഞ്ഞിട്ട്, ക്ലാരിറ്റി കുറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട്, കൃത്യമായി പാക്ക് ചെയ്യാതെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതവർക്ക് മനസ്സിലായി എന്ന് നമ്മൾ ധരിക്കാറുണ്ട്. അതുപോലെ പലരും നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി എന്നും നമ്മൾ ധരിക്കാറുണ്ട്. എന്നാൽ അത് പലപ്പോഴും ഒരു ഇല്യൂഷനിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ഇല്യൂഷൻ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വലിയ തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരാളോട് കൺവേ ചെയ്യുന്ന ആശയത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെ കൃത്യമായി ആളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ബോധ്യത്തോടുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതവിടെ എത്തിയോ എന്ന് ആളോടുകൂടെ സംസാരിച്ച് ഒന്നുകൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും. അതല്ലെങ്കിൽ ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ ഒരു ഇല്യൂഷനിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അവസാനിക്കുക. ഇനി രണ്ടാമത്തത്, ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാത്രമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, ഇത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ ആൽബർട്ട് മെഹ്റാബിയൻ എന്ന ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഭാഷയെക്കുറിച്ചും കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും ഏറ്റവും ആഴത്തിൽ പഠിച്ച മെഹ്റാബിയൻ്റെ വാക്കുകൾ എടുത്താൽ, ഒരു കോൺഗ്രുവൻസിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ്റെ കോൺഗ്രുവൻസ് എഫക്റ്റിൽ എടുത്താൽ 7% മാത്രമാണ് ആശയവിനിമയം വാക്കുകളിലൂടെ നമ്മൾ നടത്തുന്നത്. 38% ആശയവിനിമയം നമ്മൾ നടത്തുന്നത് ടോണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിലൂടെയാണ്. നമ്മൾ സംസാരിക്കുന്ന ടോണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, നീ എന്നോടത് ചെയ്യരുതായിരുന്നു. ഈ വാക്കിന് അല്ലെങ്കിൽ ഈ വാക്യത്തിന്, നീ എന്നോടത് ചെയ്യരുതായിരുന്നു എന്ന വാക്യത്തിന് ഒരൊറ്റ അർത്ഥം മാത്രമേ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഞാൻ ഈ വാക്കുകളിൽ ചെറിയ ചില ടോൺ വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിലോ, നീ എന്നോടത് ചെയ്യരുതായിരുന്നു, നീ എന്നോടത് ചെയ്യരുതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നതെങ്കിലോ, അതിനർത്ഥം വേറെ ആര് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നീ എന്നോടത് ചെയ്തത് ശരിയായില്ല, നീ എന്നോടത് ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നീ അത് ചെയ്യും, പക്ഷേ എന്നോട്, ഞാനെന്ന വ്യക്തിയോട് അത് ചെയ്തത് ശരിയായില്ല, നീ എന്നോട്ടത് ചെയ്യരുതായിരുന്നു. വേറെ ഏത് കാര്യം വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ആ ഒരു കാര്യം നീ എന്നോട് ചെയ്തത് ശരിയായില്ല. ഇത്തരത്തിൽ 3 വാക്കുകളുടെ ടോണുകളിൽ 3 വ്യത്യസ്ത എംഫസിസുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം തന്നെ 3 തലങ്ങളിലേക്ക് മാറുന്നു, 3 രീതികളിലേക്ക് മാറുന്നു. അത്തരത്തിൽ 38% നമ്മുടെ ആശയവിനിമയം നടക്കുന്നത് ടോണുകളുടെ വേരിയേഷനിലൂടെയാണ്. ഇനി മറ്റൊന്ന്, ബാക്കി 55% നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലൂടെയാണ്. കൈകളുടെ ചലനം, മുഖത്തിൻ്റെ ഭാവം, നിൽപ്പ് ഒക്കെ അടങ്ങുന്ന ബോഡി ലാംഗ്വേജിലൂടെയാണ്. അതിലൊരു ചെറിയ ഉദാഹരണം മാത്രം. ഏതൊരു വ്യക്തിയെയും കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലർക്കെങ്കിലും നമ്മൾ ഷെയ്ക്ക് ഹാൻഡുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ഈ രീതിയിലേക്കാണ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകാറ്. ഒരു ചെറിയ ചരിവോടുകൂടെ ഈ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോവുകയും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കൈയെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യും. നമ്മളെപ്പോലും അറിയാതെ
നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്നും ഈ ഷെയ്ക്ക് ഹാൻഡ് പുറത്തേക്ക് എത്തുമ്പോൾ നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഐ ആം ഡോമിനേറ്റിംഗ് യു, ഞാൻ നിന്നേക്കാൾ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് എന്നുള്ള തോന്നലാണ് നമ്മൾ ആ ആളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ കയ്യിലെ ചരിവ് ഒന്ന് തിരിച്ചു കൊണ്ടുപോവുകയും ഒന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയുമാണെങ്കിൽ താങ്കൾ എന്നേക്കാൾ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരാശയമാണ് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തതായിട്ട് വളരെ സ്ട്രെയിറ്റ് ആയി കൊടുക്കുന്ന കൈ കൃത്യമായ രീതിയിൽ 2 ഷെയ്ക്കിലൂടെ പിൻവലിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒരു ഈക്വാലിറ്റിയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഷെയ്ക്ക് ഹാൻഡ് നമുക്ക് അവിടെ കൊടുക്കുവാൻ കഴിയും. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ഒരു ഉദാഹരണമായി പറഞ്ഞത് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ജസ്റ്റർ ആയതുകൊണ്ടാണ്. ഇത്തരത്തിൽ ഓരോ ജസ്റ്ററിനും ഓരോ അർത്ഥമുണ്ട്, ഓരോ മുഖഭാവത്തിനും ഓരോ അർത്ഥമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറച്ചുകൂടെ പെർഫെക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് കഴിയും. ഏതൊരു കലാകാരൻ്റെയും കലാകാരിയുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ഒരു ശക്തി ഉണ്ടാകും. ആ ശക്തി എന്ന് പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെറിയ ചെറിയ വിമർശനങ്ങളുമാണ് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ വളർച്ചയ്ക്ക് നിദാനമാവുന്നത്. ശരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ നല്ല പ്രോത്സാഹനവും പരിഗണനയും ഒക്കെ തന്നെയാണ്. അതിനായിട്ട് ഞങ്ങൾ ഒരു വിലാസം തരുന്നുണ്ട്. ഞങ്ങളുടെ വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1, ഫോൺ 047124666160, ഇമെയിൽ panorama.tvmedia@gmail.com. പതിവുപോലെ ഒരു അരമണിക്കൂർ നേരം നിങ്ങളോടൊപ്പം ചിരിച്ചും നിങ്ങളെ ചിന്തിപ്പിച്ചും നിങ്ങളോടൊപ്പം സ്നേഹം പങ്കുവച്ചുമൊക്കെ ഞങ്ങളിതാ യാത്രയാവാൻ പോവുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അധ്യായം ഇഷ്ടമായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന നിലയിൽ ഞങ്ങൾ മാറി നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.